ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ കൊട്ടൂരമ്പലത്തിൽ നടന്നൊരു ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. ആദ്യം ഒരു കാര്യം പറയട്ടെ. ത്രിമൂർത്തികൾ ആരൊക്കെയാ? വെറും 3 ഉള്ളൂ. ആരൊക്കെയാ? അറിയാത്തവർ ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോ. ഒന്ന് ബ്രഹ്മാവ്, ഒന്ന് വിഷ്ണു, ഒന്ന് മഹേശ്വരൻ. ശിവൻ എന്ന് പറഞ്ഞൂടാ, മഹേശ്വരൻ അങ്ങനെ പറയണം. ഇത് കൂട്ടി പറയണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി: ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ഇങ്ങനെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ അങ്ങനെ വേണം പറയാൻ. അതായത് ഇങ്ങനെ പറഞ്ഞൂടാ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ അങ്ങനെയൊന്നും പറഞ്ഞൂടാ കേട്ടോ. അതായത് നമുക്ക് കഥയിലോട്ട് പോയാലോ? അതിനായി ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ദക്ഷ മഹാരാജാവിൻ്റെ മകളാണ് ദാക്ഷായണി എന്ന് വെച്ചാൽ പാർവതീദേവി. പാർവതീദേവിൻ്റെ ഭർത്താവ് ആരാണ്? മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ. മരുമോൻ അന്നേരം ദക്ഷ മഹാരാജാവില്ലേ, ശിവൻ്റെ അടുത്തോട്ടൊന്ന് പോയി. അപ്പോൾ ശിവൻ ഇരുന്നിടത്ത് നിന്നും എണീച്ചില്ല, ബഹുമാനമില്ല. അങ്ങനെ ദർശരാജാവിന് ദേഷ്യം വന്നിട്ട് ദർശരാജാവ് പിണങ്ങിപ്പോയി. പോയി. അങ്ങനെ ദർശരാജാവിൻ്റെയും മകൾ ദാക്ഷായണി ദേവീൻ്റെയും ദർശ മഹാരാജാവിൻ്റെ സ്വന്തം വീട്ടിൽ യാഗം ചെയ്യാൻ തുടങ്ങി. ദർശൻ്റെ വീട്ടിൽ അങ്ങനെ യാഗം നടത്താൻ തുടങ്ങി. അന്നേരം പക്ഷേ എല്ലാ നാട്ടുകാരെയും വിളിച്ചു. പക്ഷേ സ്വന്തം വീട്ടിലാ. പക്ഷേ ദാക്ഷായണീൻ്റെ വീട്ടിലല്ലേ അത്. എന്താ ദാക്ഷായണീനെയും മരുമോനെയും വിളിക്കാത്തത്? കാരണം നേരത്തെ മരുമോൻ അത് ശിവഭഗവാൻ അത് നേരത്തെ ബഹുമാനിച്ചില്ലല്ലോ. അതിൻ്റെ ദേഷ്യം കാരണം വിളിച്ചിട്ടില്ല. അങ്ങനെ പാർവതീദേവിക്ക് സങ്കടമായിപ്പോയി. എന്നിട്ടാകുമ്പോ ശിവനോട് അനുവാദം ചോദിച്ചിട്ട് ഞാനും പോയിക്കോട്ടേന്ന് പറഞ്ഞു. അന്നേരം ശിവഭഗവാന്റെ കയ്യിൽ നിന്നും അനുവാദം മേടിച്ചു നേരെ പുറപ്പെടാൻ തുടങ്ങി. കണ്ടേന്നറിയോ? നല്ല കാഴ്ചയൊന്നല്ല. പാർവതീദേവീനെ എല്ലാരും കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ പാർവതീദേവി ആത്മത്യാഗം ചെയ്തു. അത് കണ്ടു ശിവഭഗവാന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അങ്ങനെയാണ്